ഒമാൻ തീരത്ത് ഇന്ത്യൻ പായ്ക്കപ്പൽ അപകടത്തിൽപ്പെട്ടു. വിരാട് 1 എന്ന യന്ത്രവൽകൃത പായ്ക്കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. അലി കൂട്ടായി വിശദാംശങ്ങളുമായി. അലി, കപ്പലിന് എന്താണ് സംഭവിച്ചത്? കപ്പലിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്? സൈഫു, തുടർച്ചയായി ഒമാൻ തീരത്ത് കപ്പൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതുതായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അപകടം ഒരു ഇന്ത്യൻ പായ്ക്കപ്പൽ, അതായത് ഒരു യന്ത്രവൽകൃത പായ്ക്കപ്പലാണ്. അത് ചരക്ക് കപ്പൽ കൂടിയാണ്. 14ഓളം ഇന്ത്യക്കാരെ വഹിച്ചുകൊണ്ടുള്ള ക്രൂ അംഗങ്ങളുള്ള ഒരു പായ്ക്കപ്പൽ ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ വാർത്ത സംബന്ധിച്ച് ഇന്ത്യൻ എംബസി ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഇന്ത്യൻ എംബസി പറയുന്നത് വിരാട് 1 എന്ന ഒരു പായ്ക്കപ്പൽ മുങ്ങുന്നതായുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 14 ഇന്ത്യക്കാരുണ്ട്. ഈ ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഒമാൻ അധികൃതരുമായി ഏകോപിച്ച് നടത്തുന്നുണ്ടെന്നും അതിനായി അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് നിന്ന് അടുത്തുള്ള മറ്റ് കപ്പലുകളുടെ സഹായവും തേടിയിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നതനുസരിച്ച് US നേവിയുടെ ഒരു മറൈൻ പെട്രോളിംഗ് കപ്പൽ ഈ ദുരന്ത സാഹചര്യങ്ങളിൽ ഉടൻ തന്നെ പ്രതികരിക്കുകയും ഈ കപ്പലിനടുത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനായാലും തുടർച്ചയായി ഒമാൻ തീരത്ത് ഈ കപ്പൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2 ദിവസം മുമ്പ് ഇതുപോലെ തന്നെ മറ്റു ടാങ്കർ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഇതിൽ 3 ഇന്ത്യക്കാർക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനായാലും 14 ഇന്ത്യക്കാരുമായുള്ള ഒരു ചരക്ക് കപ്പൽ, യന്ത്രവൽകൃത പായ്ക്കപ്പൽ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇതിൽ ഈ 14 ഇന്ത്യക്കാരെയും രക്ഷിക്കാനുള്ള നടപടികൾ ഊർജിതമായി തുടരുന്നതായി ഇന്ത്യൻ എംബസി അറിയിക്കുന്നുണ്ട്. സൈഫും, തുടർച്ചയായി ഇന്ത്യൻ കപ്പലുകൾ ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെടുന്നു. ആക്രമണമാണോ, അപകടത്തിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളിൽ പെട്ടുപോയതാണോ എന്ന കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരണം. എന്തായാലും ഇന്നിപ്പോൾ ഒരു പായ്ക്കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 14 ഇന്ത്യക്കാരുണ്ട്. അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഒമാൻ നേവി അറിയിക്കുന്നുണ്ട്. എന്തായാലും ആശങ്കാജനകമായ ഒരു വാർത്തയാണ്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ.